നീ പേടിക്കാതെ കളിക്കൂ എന്റെ ലിയോ, അവർ മൃദുവായി പറയും. നീ ഗോളടിക്കുമ്പോൾ ആരും നിന്നെ തടയില്ല. നിന്നെ തടയാൻ അവർക്ക് കഴിയില്ല. റൊസാരിയോയിലെ ആ ചെറിയ വീടും അതിന്റെ പരിസരങ്ങളും, അതായിരുന്നു ലയണൽ ആന്ദ്രേസ് മെസ്സിയുടെ ആദ്യത്തെ കളിസ്ഥലം, ആദ്യത്തെ ലോകം. നടന്നു തുടങ്ങും മുമ്പേ അവൻ ലോകത്തെ കണ്ടറിഞ്ഞത് ഒരു പന്തിന്റെ രൂപത്തിലായിരുന്നു. അവന്റെ ഓരോ ശ്വാസത്തിലും ആ പന്തിന്റെ സാമീപ്യമുണ്ടായിരുന്നു. മറ്റ് കളിപ്പാട്ടങ്ങൾ അവൻ അന്യമായിരുന്നു. അവ കിട്ടിയാൽ വലിച്ചെറിയും. പക്ഷെ പന്ത് അവന് പ്രണയമായിരുന്നു. അത് അവന്റെ ശരീരത്തിന്റെ ഒരവയവം പോലെയായിരുന്നു. 4 വയസ്സ് തികയുമ്പോൾ അവന്റെ കാലുകൾ നിലത്ത് തട്ടുന്നതിനേക്കാൾ കൂടുതൽ സമയം ആ പന്തിൽ തട്ടിനിന്നു. പുറമേക്ക് ലജ്ജാശീലനും വളരെ ചെറുതുമായ ഒരു മിണ്ടാപ്പാവയായിരുന്നു ലിയോ. എന്നാൽ അവന്റെ കാൽക്കീഴിൽ പന്തെത്തുമ്പോൾ ആ ശാന്തത ഒരു കൊടുങ്കാറ്റായി മാറും. അവൻ തനിച്ചിരുന്ന് കളിക്കുമ്പോൾ പോലും ഒരു പ്രതിരോധ നിരയെയും ഗോൾ കീപ്പറെയും ഭേദിക്കുന്ന പ്രതീതിയോടെ കളിച്ചു. അവന്റെ ഓരോ ഡ്രിബ്ലിങ്ങും അവന്റെ ഭാവനയുടെയും ആത്മാവിന്റെയും ഫലമായിരുന്നു. സെലിയയുടെ അചഞ്ചലമായ വിശ്വാസം. ഈ കാഴ്ചകളെക്കുറിച്ച് ലോകത്തിന് സംശയങ്ങളായിരുന്നു. ഇവൻ തീരെ ചെറുതാണ്, വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു, ഇവനെക്കൊണ്ട് ഫുട്ബോൾ പറ്റില്ല. ലോകം അവനെ അതിന്റെ അളവുകോലുകൾ വെച്ച് അളക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ലോകത്തിന് മറുപടി പറയാൻ ഒരാൾ എപ്പോഴുമുണ്ടായിരുന്നു, അവന്റെ മുത്തശ്ശി സെലിയ. മുറ്റത്ത് അവൻ കളിക്കുമ്പോൾ സെലിയ ഒരു പഴയ കസേരയിലിരുന്ന് മണിക്കൂറുകളോളം അവനെ നോക്കിയിരിക്കും. തന്റെ പേരക്കുട്ടിയുടെ കാലുകളിലെ മാന്ത്രികത അവൾ തിരിച്ചറിഞ്ഞു. മുത്തശ്ശിയുടെ കണ്ണുകൾക്ക് ആ കൊച്ചുകുട്ടി ഭാവിയിലെ ഒരു സിംഹാസനം കീഴടക്കാൻ പോകുന്ന രാജകുമാരനായിരുന്നു. നീ പേടിക്കാതെ കളിക്കൂ എന്റെ ലിയോ, അവർ മൃദുവായി പറയും. നീ ഗോളടിക്കുമ്പോൾ ആരും നിന്നെ തടയില്ല. നിന്നെ തടയാൻ അവർക്ക് കഴിയില്ല. ലിയോ ഗോളടിക്കുമ്പോൾ അവന്റെ ആദ്യത്തെ ആരാധിക ഉറക്കെ കൈയടിക്കും. യെസ് മൈ ലിയോ. ആ ആരവം അവന്റെ ചെവികളിൽ ഭാവിയിലെ ലോകകപ്പ് വിജയത്തിന്റെ ആർപ്പുവിളികൾ പോലെ മുഴങ്ങി. ഒരു മുത്തശ്ശിയുടെ ഒറ്റയാൾ പോരാട്ടം. ലിയോയുടെ ഫുട്ബോൾ ജീവിതത്തിലെ നിർണായകമായ ഒരു ദിവസം വന്നു ചേർന്നു. ഗ്രാൻഡോളിയു ക്ലബ്ബിൽ ചേരേണ്ട സമയം. ലിയോയുടെ അച്ഛൻ ജോർജ് അവനെ കൊണ്ടുപോയി. എന്നാൽ കോച്ച് അവനെ കണ്ടപ്പോൾ മടിച്ചു. ഇവൻ വളരെ ചെറുതാണ്, കളിക്കാൻ വയ്യാതെ വീണുപോയാലോ? ആ ചോദ്യം ലോകമാദ്യമായി അവന്റെ നേർക്ക് വാതിൽ കൊട്ടിയടച്ച നിമിഷമായിരുന്നു. ആ നിമിഷം മുത്തശ്ശി സെലിയ രംഗപ്രവേശം ചെയ്തു. തന്റെ പേരക്കുട്ടിയുടെ കഴിവ് തള്ളിക്കളഞ്ഞ കോച്ചിനോട് അവർ തർക്കിച്ചു. ആ ശബ്ദത്തിൽ വാത്സല്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ദൃഢതയുണ്ടായിരുന്നു. അവനെ കളിക്കാൻ അനുവദിക്കണം. അവനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. അവൻ കളിക്കുമെന്ന് ഞാൻ പറയുന്നു. ആ വാശിക്കു മുന്നിൽ കോച്ച് മുട്ടുമടക്കി. ഒരു ജീനിയസിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു മുത്തശ്ശിയുടെ ഒറ്റയാൾ പോരാട്ടം വേണ്ടിവന്നു. ലിയോ മുത്തശ്ശിക്കു വേണ്ടി കളിക്കാൻ തുടങ്ങി. മുത്തശ്ശിയുടെ വാക്കുകൾ അവന് പ്രതിജ്ഞ പോലെയായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ഗോളടിക്കുമ്പോൾ കൈകൾ ആകാശത്തേക്കുയർത്തി ആദ്യം മുതൽ അവസാന നിമിഷം വരെ തന്നെ വിശ്വസിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആരാധികയ്ക്കു വേണ്ടി സമർപ്പിക്കുന്നത്. അവന്റെ ഫുട്ബോൾ അഭിനിവേശം ഒരു വിത്ത് മാത്രമായിരുന്നെങ്കിൽ മുത്തശ്ശി സെലിയയുടെ അചഞ്ചലമായ വിശ്വാസം അതിന് വളവും വെളിച്ചവുമായി മാറി. ഈ സ്നേഹത്തെ മറികടക്കാൻ ഒരു പ്രതിസന്ധിക്കും കഴിയില്ലായിരുന്നു. അടുത്തത് ലോകം അവനെ കാണാൻ പോവുകയാണ്. റൊസാരിയോയിലെ ഏറ്റവും പ്രശസ്തമായ ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ. ഇതായിരുന്നു ആ പ്രതിഭയുടെ ആദ്യത്തെ ഔദ്യോഗിക ചുവടുവെപ്പ്. ഫുട്ബോൾ ലോകം കണ്ട മഹാനായ ഇതിഹാസത്തിന്റെ പിറവി. മെസ്സിയുടെ വിസ്മയകരമായ ഈ കളിജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഈ വിവരണങ്ങൾ കൃത്യമായി തുടർച്ചയായി നിങ്ങളുടെ കൈകളിലെത്താൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു.